ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലബോറട്ടറി ട്യൂട്ടർ. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും ചാനലിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ആൻറ്റി കൊയാഗ്ലിൻസിനെ പറ്റിയിട്ടായിരുന്നു. ആൻറ്റി കൊയാഗ്ലിൻസുകളെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആൻറ്റി കൊയാഗ്ലൻ്റ് ആയിട്ടുള്ള ഓക്സലേറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് സംസാരിച്ച സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്സലേറ്റ് എന്ന് പറയുന്ന ആന്റികോഗുലന്റിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: പൊട്ടാസ്യം ഓക്സലേറ്റ്, അമോണിയം ഓക്സലേറ്റ് ആൻഡ് ഡബിൾ ഓക്സലേറ്റ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊട്ടാസ്യം ഓക്സലേറ്റിനെ പറ്റിയിട്ടാണ്. ദിസ് ആന്റികോഗുലന്റ് ഈസ് മോസ്റ്റ് ഓഫ്റ്റൻ യൂസ്ഡ് ഫോർ കെമിക്കൽ അനാലിസിസ്. ഈ ആന്റികോഗുലന്റ് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് കെമിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടാണ്. പൊട്ടാസ്യം ഓക്സലേറ്റ് കോസസ് RBC ടു ഷ്രിങ്ക്. അതായത് ഈ പൊട്ടാസ്യം ഓക്സലേറ്റ് RBC ഷ്രിങ്ക് ചെയ്യുന്നതിന്, ചുരുങ്ങുന്നതിന് കാരണമാകുന്നു. ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ഹെമറ്റോളജി ഇൻവെസ്റ്റിഗേഷൻ. അതായത് നമ്മുടെ ഈ പൊട്ടാസ്യം ഓക്സലേറ്റ് RBC ഷ്രിങ്ക് ആകുന്നതിന് കാരണമാകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പൊട്ടാസ്യം ഓക്സലേറ്റിന് നമ്മൾ ഹെമറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് യൂസ്ഡ് അറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് 2 mg/ml ഓഫ് ബ്ലഡ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ml ബ്ലഡ് എടുക്കുകയാണെങ്കിൽ 2 mg ആണ് നമ്മൾ ആഡ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് പൊട്ടാസ്യം ഓക്സലേറ്റ്. ഇനി അടുത്ത് നമ്മൾ നെക്സ്റ്റ് പറയുന്നതാണ് അമോണിയം ഓക്സലേറ്റ്. അമോണിയം ഓക്സലേറ്റ് കോസസ് RBC ടു സ്വെല്ല്. നേരെ തിരിച്ചാണ്. അമോണിയം ഓക്സലേറ്റ് RBCനെ സ്വെല്ല് ചെയ്യിക്കുന്നതിന് കാരണമാകുന്നു. ദെയർഫോർ ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ഹെമറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. അതുകൊണ്ട് തന്നെ ഇത് ഹെമറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷന് യൂസ് ചെയ്യുന്നില്ല. ഇതും സെയിം കോൺസെൻട്രേഷൻ തന്നെയാണ്. 1 ml ബ്ലഡിന് നമ്മൾ 2 mg ആന്റികോയാഗുലന്റ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഡബിൾ ഓക്സലേറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഓക്സലേറ്റ് അല്ലെങ്കിൽ വിൻട്രോപ്സ് മിക്സ്ചർ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. എ കോമ്പിനേഷൻ ഓഫ് 3 പാർട്ട് ഓഫ് അമോണിയം ഓക്സലേറ്റ് ആൻഡ് 2 പാർട്ട് ഓഫ് പൊട്ടാസ്യം ഓക്സലേറ്റ് ഈസ് യൂസ്ഡ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 പാർട്ട് അമോണിയം ഓക്സലേറ്റും 2 പാർട്ട് പൊട്ടാസ്യം ഓക്സലേറ്റിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. ദിസ് മിക്സ്ചർ ഈസ് യൂസ്ഡ് ടു ബാലൻസ് ദ ഷ്രിങ്കേജ് എഫക്ട് ഓഫ് പൊട്ടാസ്യം ഓക്സലേറ്റ് ആൻഡ് ദ സ്വെല്ലിംഗ് എഫക്ട് ഓഫ് അമോണിയം ഓക്സലേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ അമോണിയം ഓക്സലേറ്റിന്റെ സ്വെല്ലിംഗ് എഫക്റ്റിനെയും പൊട്ടാസ്യം ഓക്സലേറ്റിന്റെ ഷ്രിങ്കേജ് എഫക്റ്റിനെയും കൂടി ബാലൻസ് ചെയ്തിട്ടാണ് ഈ ഒരു ആന്റികോയാഗുലന്റ് വർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ പ്രിപ്പറേഷൻ ആണ്. അതായത് അമോണിയം ഓക്സലേറ്റ് ഒരു 1.2 ഗ്രാമും പൊട്ടാസ്യം ഓക്സലേറ്റ് ഒരു 0.8 ഗ്രാമും കൂടെ 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ മേക്കപ്പ് ചെയ്തെടുക്കുക. ഇതിൽ 0.2 ml ഓഫ് ദിസ് സൊല്യൂഷൻ കണ്ടെയ്ൻ 4 mg ഓഫ് ആന്റികോയാഗുലന്റ് കെമിക്കൽ വിച്ച് ഈസ് സഫിഷ്യന്റ് ടു പ്രിവെന്റ് ക്ലോട്ടിംഗ് ഓഫ് അബൌട്ട് 2 to 3 ml ഓഫ് ബ്ലഡ്. അതായത് 0.2 ml ഓഫ് സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന 4 mg ആന്റികോയാഗുലന്റിന് ഒരു 2 to 3 ml ഓഫ് ബ്ലഡിന്റെ വരെ നമുക്ക് ക്ലോട്ടിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയും. നെക്സ്റ്റ് പറയുന്നത് ഡബിൾ ഓക്സലേറ്റിന്റെ യൂസസ് ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ PCV, ഹീമോഗ്ലോബിൻ, ESR ആൻഡ് ഓൾസോ ഫോർ മോർഫോളജിക്കൽ സ്റ്റഡി. നമുക്ക് ഈ ഡബിൾ ഓക്സലേറ്റ് PCV, ഹീമോഗ്ലോബിൻ, ESR പിന്നെ നമ്മുടെ സെല്ലുകളുടെ മോർഫോളജിക്കൽ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ചീലേഷൻ ആണ്. ദ ഓക്സലേറ്റ് കമ്പൈൻ വിത്ത് കാൽഷ്യം ഇൻ ദ ബ്ലഡ് ടു ഫോം ആൻ ഇൻസോലുബിൾ precipitate ഓഫ് കാൽഷ്യം ഓക്സലേറ്റ്. ദിസ് പ്രോസസ് ഇനിയാണ് നമ്മൾ ചീലേഷൻ എന്ന് പറയുന്നത്. റിമൂവ് അയണൈസ്ഡ് കാൽഷ്യം വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ബ്ലഡ് കൊയാഗുലേഷൻ. ഓക്കെ, ചീലേഷൻ എന്തൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഇത് ഇൻഹിബിറ്റ് സെവറൽ എൻസൈംസ് സച്ച് ആസ് ആസിഡ് ഫോസ്ഫേറ്റേസ്, അമലൈസ്, ലാക്ടേറ്റ്, ഡീഹൈഡ്രോജനേസ്. അപ്പം ഈ ഒരു ഡബിൾ ഓക്സലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഡബിൾ ഓക്സലേറ്റ് അല്ല, നമ്മുടെ ഈ ഓക്സലേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സെവറൽ എൻസൈംസ് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ആസിഡ് ഫോസ്ഫേറ്റേസ്, അമലൈസ്, ലാക്ടേറ്റ്, ഡീഹൈഡ്രോജനേസ് പോലെയുള്ള എൻസൈംസിനെയൊക്കെ ഇവ തടയുന്നുണ്ട്. ഇനി നമുക്ക് ഓക്സലേറ്റിന്റെ ഡിസഡ്വാൻറ്റേജ് നോക്കാം. ബ്ലഡ് സെൽ മോർഫോളജി ഈസ് നോട്ട് വെൽ പ്രിസർവ്ഡ്. അതായത് WBC പോലെയുള്ള സെൽസുകളുടെയൊക്കെ മോർഫോളജി ഇത് നന്നായിട്ട് പ്രിസർവ് ചെയ്യുന്നില്ല. ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ബ്ലഡ് സ്മിയർ എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെ ഇത് ബ്ലഡ് സ്മിയർ എക്സാമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കൂടാതെ തന്നെ ഇത് ടോക്സിക് ആണ്. ഇറ്റ് ഈസ് ടോക്സിക്. ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ബ്ലഡ് ബാങ്കിങ് പർപ്പസ്. ഇത് ബ്ലഡ് ബാങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. കാരണം കാൽഷ്യത്തിനെയൊക്കെ ഇത് അഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ. ഇത് ഇന്റർഫിയർ ഇൻ കാൽഷ്യം ഡിറ്റർമിനേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാൽഷ്യത്തിനെയൊക്കെ ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ബാങ്കിങ് പർപ്പസിനൊന്നും ഈ ഒരു ആന്റികോയാഗുലന്റ് യൂസ് ചെയ്യുന്നില്ല. അപ്പം ഇത്രയാണ് നമ്മൾ ഓക്സലേറ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്സലേറ്റ് 3 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്: പൊട്ടാസ്യം ഓക്സലേറ്റ്, അമോണിയം ഓക്സലേറ്റ് ആൻഡ് ഡബിൾ ഓക്സലേറ്റ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് EDT ആണ്. അതായത് എഥിലീൻ ഡയമീൻ ടെട്രാ അസിറ്റിക് ആസിഡ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.